പത്തനാപുരം നടുക്കുന്നിൽ സ്ഥിതി ചെയ്യുന്ന നെഹ്റു പാർക്ക് കാടുമൂടിയും സാമൂഹ്യവിരുദ്ധ ശല്യത്താലും നശിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച പാർക്കിൽ ടിവി കിയോസ്ക്, കുട്ടികൾക്ക് വിനോദത്തിനായുള്ള ഉപകരണങ്ങൾ, വിശാലമായ ഇരിപ്പിടങ്ങൾ തുടങ്ങിയ സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇവ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. ഇരിപ്പിടങ്ങളും മറ്റും ഇപ്പോൾ കാടുമൂടിയ നിലയിലാണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ മദ്യപാനികളുടെയും അനാശാസ്യ പ്രവർത്തകരുടെയും താവളമായി പാർക്ക് മാറിയതോടെ നാട്ടുകാർ പാർക്ക് താഴിട്ട് പൂട്ടുകയായിരുന്നു. പാർക്കിനുള്ളിൽ വൻ ഉയരത്തിൽ കാടുമൂടിയത് മൂലം ഇഴജന്തുക്കളുടെയും വിഹാര കേന്ദ്രമായി ഇവിടം മാറിയിട്ടുണ്ട്. 2005 പാർക്കിനുള്ളിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ച് ലൈബ്രറി കെട്ടിടം നിർമ്മിച്ച് ഉദ്ഘാടനം നടത്തിയെങ്കിലും ഒരു മാസം പോലും ലൈബ്രറി പ്രവർത്തിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. കെട്ടിടത്തിന്റെ വാതിലുകളും ജനാലകളും മറ്റ് ഫർണിച്ചറുകളും സാമൂഹ്യവിരുദ്ധർ തകർത്ത നിലയിലാണ്. വൈകുന്നേരങ്ങളിലും അവധി സമയങ്ങളിലും വിശ്രമത്തിനും വിനോദത്തിനുമായി ടാക്സി ഡ്രൈവർമാരും മറ്റ് തൊഴിലാളികളും അടക്കം ആശ്രയിച്ചിരുന്ന നെഹ്റുവിന്റെ പേരിലുള്ള പാർക്കാണ് അധികൃതരുടെ അനാസ്ഥയിൽ നശിപ്പിച്ച് അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നത്. കുട്ടികളുടെ വിനോദത്തിനും മറ്റുമായി പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ മറ്റെങ്ങും ഇത്തരത്തിലുള്ള പാർക്കുകൾ ഇല്ലെന്നിരിക്കെ പാർക്കിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് തുറന്നു കൊടുക്കുന്നതിന് അധികൃതർ തയ്യാറാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. സാമൂഹ്യ വിരുദ്ധരെയും മറ്റ് വെള്ളവടിക്കാരുടെയും ഒക്കെ ഒരു ആവാസ കേന്ദ്രമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഇത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി പഞ്ചായത്ത് ലൈബ്രറി നിർമ്മിച്ചു. അതും ആർക്കും ഒരു പ്രയോജനമില്ല. പണ്ട് ഇവിടെ പിള്ളേർക്ക് കളിക്കാനും അതിനും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊന്നും ഒരു സൗകര്യമില്ല. ഇപ്പം മൂത്രവഴിക്കാരുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് ഒരു ഗോൾ തൊട്ട് കൂട്ടിയിരിക്കുന്നതാണ്. മൂത്രവഴിയും വെള്ളവഴിയും. എന്നിട്ടും തന്നെ ഇതിലെ മതിൽ ചാടി ഓരോരുത്തരും കയറി ഇവിടെ ആവാസ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.